പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഴങ്ങും ക്യാബേജും കൂടെ ചേർത്ത് ഒരു കൂട്ടാൻ തയ്യാറാക്കാം. ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടാൻ തയ്യാറാക്കുന്നത്. അതായത് അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂട്ടാൻ തയ്യാറാക്കാം. ചോറിൻ്റെ ഒപ്പം നാൻ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. അപ്പം വേഗം പായോ നമുക്ക് ഈ ഒരു അടിപൊളി കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കിഴങ്ങും ക്യാബേജുള്ള കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുകും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 2 ഞുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 2 or 3 വത്തലമുളക് ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് നീളത്തിൽ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് സവോള നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 കിഴങ്ങ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ക്യൂബ്സാക്കി കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 50% കുക്ക് ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 50% കുക്കായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ്ലി നമുക്ക് കിഴങ്ങ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്യാബേജ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ കുക്ക് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു 50% കുക്കായാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് ക്യൂബ്സാക്കി കട്ട് ചെയ്തോ നീളത്തിലോ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ ഫ്രോസൺ മട്ടർ, അതായത് ഗ്രീൻ പീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ കേട്ടോ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കിച്ചൺ കിങ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലകളുടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇവിടെ കുറച്ച് ക്യാബേജ് ജസ്റ്റ് ഒന്ന് നീളത്തിലാണ് സ്ലൈസ് ചെയ്തേക്കുന്നത്, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വക എല്ലാം ആഡ് ചെയ്ത് ഇനി ആ ഒരു മസാലകളും ക്യാബേജും നമ്മുടെ കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ക്യാബേജ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ക്യാബേജിൻ്റെ ഡ്രൈ ആയിട്ടുള്ളൊരു ആലു ക്യാബേജ് കറി, അതായത് നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നും ഈസി മെത്തേഡിലാണ് നമ്മുടെ ഈ ഒരു കൂട്ടാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ചപ്പാത്തിയും ഈ ഒരു കൂട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.